പൗരാണികമായ ചരിത്രത്തിൽ അതിപ്രസിദ്ധമായ ഒരു നഗരമാണ് ബാബിലോണിയ എന്നറിയപ്പെടുന്ന നഗരം. ഇന്ന് ഇറാഖിൻ്റെയൊക്കെ ഭാഗമാണ്. ആ ബാബിലോണിയ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന് പറയുന്ന രണ്ട് നദികൾക്കിടയിൽ വളർന്നു വന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ആ മണ്ണിന് വലിയ വളക്കൂറായിരുന്നു. അവിടെ കൃഷി ചെയ്താൽ നല്ല ലാഭം കിട്ടും, കന്നുകാലികളെ വളർത്താൻ പറ്റും. അങ്ങനെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ആളുകൾ കച്ചവടാവശ്യാർത്ഥവും മറ്റുമൊക്കെ വരുന്നു, രാജാക്കന്മാർ വരുന്നു. അങ്ങനെ അതൊരു വലിയ നാഗരിക സമൂഹമായി ഈ മെസൊപ്പൊട്ടോമിയ വളർന്നു. അതിൻ്റെ ഒരു തലസ്ഥാനം എന്നൊക്കെ പറയാവുന്ന ഒരു നഗരമായിരുന്നു ബാബിലോണിയ. ഇന്ന് നമുക്ക് ഇറാഖൊക്കെ സന്ദർശിച്ചാൽ ആ ഭാഗങ്ങൾ കാണാൻ കഴിയും. ബാബിലോണിയയിലെ വലിയ ഒരു അധികാരിയായിരുന്നു നമ്രൂദ് എന്ന് പറയുന്ന രാജാവ്. നമ്രൂദിനെ കുറിച്ച് ഖുർആൻ വളരെ വിശാലമായി കൊണ്ട് തന്നെ ചർച്ച ചെയ്യുന്നു. നമ്രൂദ് അന്നാരും എതിരാളിയില്ലാത്ത രാജാവാണ്. എന്ത് പറഞ്ഞാലും ആളുകൾ അത് അംഗീകരിച്ചോളണം. സ്വേച്ഛാധിപതിയായ രാജാവാണ് നമ്രൂദ്. വലിയ കൊട്ടാരമുണ്ട്. കൊട്ടാരത്തിനപ്പുറത്ത് അദ്ദേഹം വലിയ വലിയ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് ബിംബങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, അന്നത്തെ ബാബിലോണിയയിലെ ആളുകൾ ആരാധിച്ചു കൊണ്ടിരുന്നത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രകൃതിയിലെ കാണുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ, അത് അവരുടെ ദൈവമാണ് എന്ന് പറയാൻ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ സൂര്യദേവനെ ആരാധിക്കാൻ വലിയ ഉത്സവങ്ങൾ ഉണ്ടാവും, അതിൻ്റെ പ്രോഗ്രാമുകൾ ഉണ്ടാവും. അതിന് പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട് ഒരുമിച്ച് കൂടാൻ, അതിന് പ്രത്യേകമായ ആരാധനാലയങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആയി വളർന്നുകൊണ്ടിരിക്കുന്ന, ശിർക്ക് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. തനിക്ക് എതിരാളികളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്രൂദും. ആ ഇടയ്ക്ക് നമ്രൂദ് ഒരു സ്വപ്നം കാണും. ഒരിക്കൽ നമ്രൂദ് രാത്രി ഉറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നം കാണുന്നത്. തൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു സ്വപ്നം. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു സ്റ്റാർ ഉദിക്കുന്നു, ഒരു നക്ഷത്രം ഉദിക്കുന്നു. ആ ഉദിക്കുന്ന നക്ഷത്രം താൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നമ്രൂദിന്റെ ഏറ്റവും വലിയ ആരാധ്യ പാത്രമായിരുന്നു ചന്ദ്രൻ. ആ ചന്ദ്രന്റെ പ്രഭ കെടുത്തി കളയും. ഈ നക്ഷത്രം ഇങ്ങനെ ഉദിച്ചു വളർന്ന് വെട്ടി തിളങ്ങി പിന്നീട് ആ നക്ഷത്രത്തെയാണ് ആളുകളൊക്കെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ നക്ഷത്രത്തെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്, നക്ഷത്രത്തിനാണ് പ്രഭ കൂടുന്നത്. ഇത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. രാജാവ് പിറ്റേന്ന് ദിവസം ഉണർന്നപ്പോ തൻ്റെ കൊട്ടാരത്തിലുള്ള ജ്യോത്സ്യന്മാരെ മുഴുവനും വിളിച്ചു വരുത്തി പ്രശ്നം വെക്കാൻ പറഞ്ഞു. അവരതൊക്കെ നോക്കി പ്രശ്നം വെച്ച സമയത്ത് രാജാവിനോട് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ള ഒരു താക്കീതാണ്. നിങ്ങളുടെ അധികാരം നഷ്ടപ്പെടും. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചന്ദ്രൻ. ആ ചന്ദ്രനാകുന്ന പ്രഭ നശിക്കാൻ പോവാൻ. നിങ്ങളുടെ ഈ പ്രഭ നഷ്ടപ്പെടുത്താൻ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞ് വരാനിരിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോ രാജാവ് ഉത്തരവിറക്കി, ഇന്ന് മുതൽ നമ്മുടെ നാട്ടിൽ ഒരാണും ഒരു പെണ്ണും തമ്മിൽ സംസർഗം നടത്താൻ പാടില്ല, ബന്ധപ്പെടാൻ പാടില്ല. അങ്ങനെ ഞാൻ അറിഞ്ഞാൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന് ഉത്തരവിറക്കി. രാജാവിന്റെ ഉത്തരവാണ്, സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാ ആളുകളും അത് സ്വീകരിച്ചു. ആ സന്ദർഭത്തിലാണ് മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിറവി കൊള്ളുന്നത്. സംഭവം അങ്ങനെയൊക്കെയാണെങ്കിലും അല്ലാഹു തആല ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ അത് നടക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പും ഇതുപോലെ തന്നെ ഫിർഔന് ചില കാര്യങ്ങളൊക്കെ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുകയും ഫിർഔന്റെ കൊട്ടാരത്തിൽ വളരുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നു, നമ്രൂദ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ വാപ്പയുടെ പേര് താറസ് എന്നാണ്. ഖുർആൻ ആസിർ എന്ന് പറയുന്നുണ്ട്, അത് എളാപ്പയെയാണ്. എളാപ്പയെ അബ്, വാപ്പ എന്ന രൂപത്തിലാണ് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന പിതൃ പരമ്പര, ആ പരമ്പര ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും. അങ്ങനെ നമുക്ക് പറയാൻ കഴിയൂല. അപ്പോ താറഹ് എന്നാണ് എന്ന് ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. താറഹിന്റെയും ഉമ്മയാകുന്ന ബൂന എന്ന് പറയുന്ന ഉമ്മക്കും ഒരു കുഞ്ഞ് പിറക്കുകയാണ്. ആ കുഞ്ഞാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിറവിയെടുത്തു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ
രഹസ്യമായ ഒരു റൂമിൽ അല്ലെങ്കിൽ രഹസ്യമായ പ്രത്യേകമായ ഒരു സംവിധാനത്തിൽ വളർത്തുകയും വളർന്നിങ്ങനെ വലുതായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നത് എന്താ? പ്രകൃതിയിലെ ഈ കാര്യങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരു ആരാധ്യ പുരുഷന്മാരായി കല്ലുകളും ഉള്ളുകളും എന്ന് മാത്രമല്ല, ഉദിച്ചുയരുന്ന സൂര്യനും ചന്ദ്രനും ഇതൊക്കെ കാണാൻ ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാനസികമായി വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല ആദ്യമേ വെളിച്ചം നൽകുകയാണ്, ഹിദായത്തിന്റെ വെളിച്ചം. ഇബ്രാഹിം നബി അവരോട് ഇങ്ങനെ സംവദിക്കാൻ തുടങ്ങി, ഇതൊന്നും ശരിയല്ല, ഇതിനൊക്കെ സൃഷ്ടിച്ച അല്ലാഹുവിനല്ലേ നമ്മൾ ആരാധിക്കേണ്ടത്, ഇവിടൊന്നും ആളുകൾ വയങ്ങിയില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ചിന്തിപ്പിക്കുകയാണ്. ഖുർആൻ പറയുന്നുണ്ട്, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബൻ ഖാല ഹാദാ റബ്ബി. ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രാത്രി സമയത്ത് നക്ഷത്രം ഇങ്ങനെ ഉദിച്ചുയർന്നപ്പോൾ, നല്ല വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്. അപ്പൊ നക്ഷത്രത്തെ ആരാധിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു, ഇബ്രാഹിം നമ്മളെ കൂടെ കേട്ടോ, ഇബ്രാഹിം നമ്മളെ കൂടെ നക്ഷത്രത്തെ ആരാധിക്കാൻ. അവർക്ക് കിട്ടിയ സന്തോഷം, വലിയ സന്തോഷത്തോടെ അവിടെ ഇരുന്നു. അതിനൊക്കെ ആരാധിച്ചുകൊണ്ട് ആളുകൾ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫലമ്മ അഫല, അത് കെട്ടുപോയി, അണഞ്ഞുപോയി. ഇങ്ങനെ അണഞ്ഞു പോകുന്ന ഒരു സാധനത്തെ ഇങ്ങനെ നമ്മൾ ദൈവാക്കാൻ പറ്റുമോ? അവരുടെ മൈൻഡിനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിപ്പിച്ചു. അപ്പൊ കുറെ ആളുകൾ ശരിയാണ്, ഇതിങ്ങനെ അണഞ്ഞു പോകുന്നതിന് അത് ശരിയല്ലല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് അവരെ കൊണ്ടുവന്നു. എന്നാലും അവര് മടങ്ങിയില്ല. പിറ്റേ ദിവസം വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചന്ദ്രൻ ഇങ്ങനെ പൗർണമിയായി ഇങ്ങനെ ഉദിച്ചേർന്നപ്പോ 14-ാം നിലാവിനെ കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ ഈ പൗർണമിയുടെ ആളാണ്, ഇന്നലെ അസ്തമിച്ചു പോയി മറ്റേത്, ഇത് കണ്ടില്ലേ എന്താണ് തിളക്കം, ഞാൻ നിങ്ങളുടെ ആളാണ്. അങ്ങനെ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ കുറെ ആളുകൾ കൂടി. അവിടെ പറയുന്നു, ഇത് ശരിയാവില്ല, ഇത് അത് അസ്തമിച്ചു പോവാണ്, ഈ അസ്തമിച്ചു പോകുന്നതിന്റെ പിന്നാലെ കൂടിയാല് അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ചിന്തകൾക്ക് തിരികൊളുത്തി. പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ സൂര്യനെ കണ്ടു, വെട്ടിത്തിളങ്ങുന്ന സൂര്യൻ, പ്രോജ്വലിക്കുന്ന സൂര്യൻ, അതിങ്ങനെ ഉയർന്നു നിൽക്കുമ്പോ ഇതാണ് വലിയ തമ്പുരാൻ, കാരണം കണ്ടില്ലേ എന്താണ് തിളക്കം, ഞാനിതിന്റെ ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു, ഇബ്രാഹിം നബി നമ്മുടെ കൂടെ തന്നെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അതും അസ്തമിച്ചു പോയി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇത് ശരിയല്ല, ഇതൊക്കെ അസ്തമിക്കുകയാണ്. അപ്പൊ ഈ അസ്തമിപ്പിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ അല്ലെ, ഇതൊക്കെ അസ്തമിച്ചു പോണെങ്കിൽ അസ്തമിപ്പിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, ഞാൻ അവന്റെ കൂടെയാണ് എന്ന് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിങ്ങൾ പ്രബോധനം തുടങ്ങിയത് മുതൽ പിന്നീട് കണ്ണിലെ കരടായി ആ നാട്ടിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാറ്റി നിർത്തുന്ന ചില ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ അനുസ്മരിക്കുകയാണ്. അവിടുത്തെ ആ വലിയ അല്ലാഹു കൊടുത്ത മഹത്വം കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതമൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞു കേട്ടതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, മരണപ്പെട്ട ഉമ്മ വാപ്പമാരും ഉസ്താദുമാരും ദുആ കൊണ്ട് കടപ്പെട്ട പലരും അവരുടെ ഖബറിലേക്കൊക്കെ അതിന്റെ മിസ്ലി സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. മരിക്കുമ്പോൾ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ റഹ്മാനെ. അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. സുബ്ഹ് ജമാഅത്തിനെത്തിയ മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. നല്ല റാഹത്ത് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ വിജയം നൽകണേ അല്ലാഹ്. ചെയ്യുന്ന ജോലിയിലൊക്കെ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആക്സിഡന്റിൽ പെട്ട 2 കുട്ടികൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചോനെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ-ഖദാഇൽ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം ഞങ്ങളുടെ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഴ കാരണം ഒരുപാട് ആളുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹുവേ, മഴ നീ റഹ്മത്താക്കണേ അല്ലാഹ്. പരീക്ഷണമാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്ന് ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ നബിയിന
سيدنا محمد. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم.